നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യാം. ടീം നീലാംബരി, അരുൺ ആൻഡ് ആൻ മേരി. ടീം ജ്വാല, ബാബു ആൻഡ് ഹരി. ടീം ഹിന്ദോളം, നെയ്ജി ആൻഡ് സഞ്ജയ്. ഇനി മണിമേളത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ കലാഭവൻ മണി. चाचियों नजर के गुलू ताकि तले ए ज़मा यारा ज़मा दिलदारा ए ज़मा यारा ज़मा दिलदारा बमीना मीना रात सरब के सलामया बहतरा माया बमीना मीना रात सरब के सलामया Instead of
വളരെ മനോഹരായി അല്ലേ? ഗംഭീരായി. ഒരു കാലം അറിയോ, എനിക്ക് മേല. ആ പേരൊന്നും അങ്ങോട്ട് പറഞ്ഞേ. മെഹറിൻ. ബെഹറിനോ? മെഹറിൻ. മെഹറിൻ. ഞാൻ വിചാരിച്ചു സത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് പേര് ബെഹറിൻ. എവിടെ വീട്? എവിടെയാ? മലപ്പുറം. മലപ്പുറം. നമ്മുടെ സ്നേഹിക്കുന്ന സ്വന്തം നാട്ടുകാർ അല്ലേ? സ്നേഹമുള്ള നാട്ടുകാരാണ് മലപ്പുറംകാർ. അവിടെ എവിടെ വീട്? കൊണ്ടോട്ടി അടുത്ത്. കൊണ്ടോട്ടി. ആഹാ, വെരി ഗുഡ്. ബാപ്പാൻ്റെ പേരെന്താ? മുജീബ് റഹ്മാൻ. മുജീബ് റഹ്മാൻ. ഉമ്മച്ചിയുടെ പേര്? ബഹജിത. ബഹജിത. എത്ര പേരുണ്ട് വീട്ടിൽ? ഞാനും എൻ്റെ അനിയത്തി. അനിയത്തിയുടെ പേരെന്താ? മെഹന. മെഹന. കലക്കി. ബാപ്പിയും ഉമ്മൊക്കെ വന്നിട്ടുണ്ടോ ഇവിടെ? ഉപ്പ വന്നിട്ടുണ്ട്. ഉപ്പ വന്നിട്ടുണ്ടല്ലേ? എന്തായാലും ഉപ്പാക്കും ബാപ്പാക്കും ഉമ്മച്ചിക്കും മലപ്പുറത്തുള്ള എല്ലാവർക്കും ഞങ്ങളുടെ മണിമേളത്തിൻ്റെ എല്ലാ ടീം അംഗങ്ങളുടെയും അടിപൊളി ഒരു കയ്യടി കൊടുക്കാം. തകർത്തു. അങ്ങനെ എന്ത് സ്പീഡിലെ പാടിയല്ലേ? ശരിക്കും പറഞ്ഞാൽ തേജേട്ട ഈ പാട്ടൊരു ഹിന്ദി പാട്ടിൻ്റെ ടച്ച് ഒക്കെ ഉണ്ടല്ലേ? പക്ഷെ തകർത്തു. സ്റ്റേജൊക്കെ ഇളക്കി ഇളക്കി മറിച്ച്. ഇവര് കുട്ടിപ്പട്ടുറുമാലിന്റെ താരങ്ങളാണ് ഈ നിൽക്കുന്നത്. അതെ, എനിക്കറിയാം. ഞാൻ നമ്മളൊരുമിച്ച് പരിപാടിക്ക് പോയിട്ടുണ്ടോ? എന്തെന്ന് പറഞ്ഞേ? പല്ല് കാണിച്ച് കണ്ട ആ ഗ്യാപ്പിലെ വിടവ്. കണ്ട ഗ്യാപ്പിലെ വിടവെന്ന് ഇല്ലേ? അല്ല നോക്ക്, ആ വിടവിലാണ്. യെസ്, ആ കാറ്റ് പോയ പോക്ക് കണ്ട. എന്താണ് സുന്ദരിയല്ലേ? ഇവിടെ ഇപ്പോൾ വരാൻ കാരണം എന്താ? ഇതെന്തത്? എന്താന്ന് പറയ്. മണിച്ചേട്ടനെ കാണാനൊരു പൂതി. അയ്യോ, എനിക്ക് മേല. പക്ഷേ ഏറ്റവും ആദ്യം പറഞ്ഞ അങ്ങനെയല്ല കേട്ടോ. ഞാനവിടെ ഡ്രസ്സിങ് റൂമിലിരിക്കുമ്പോൾ അവിടെ കയറി വന്ന് ഇടിച്ച് നേരെ അങ്ങോട്ട് കയറി വന്നിട്ട് വെച്ചു. ഞാൻ ചോദിച്ചു എന്താ വന്നതെന്ന് വെച്ചാൽ പറയാം, നിങ്ങളെ കാണാൻ എനിക്ക് ഭയങ്കര പൂതിയപ്പാ. ആ ഭാഷയാണ് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ മണിച്ചേട്ടനെ കാണാൻ പൂതി എന്നൊക്കെയായി. എനിക്ക് മേല. നമ്മളൊരുമിച്ച് പരിപാടിക്ക് വേണ്ട. എവിടെ പോയേ? അബുദാബിയില്. എന്തോ? അബുദാബിയില്. അത് എന്തിൻ്റെ ഷോ ആയിരുന്നു? അത് എൻ്റെ ഉണ്ണീനെ ചീത്ത പറയരുത്. ആ പല്ലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. എന്തിലും ഒരു നാഗവല്ലി നടക്കുന്ന ടച്ച് ഉണ്ടാവും. ഏതാ? മൈക്ക് കൊടുക്ക്. ചന്ദ്രകാന്തം. ചന്ദ്രകാന്തം പരിപാടിക്ക് അന്ന് അവിടെ പാടിയ പാട്ട് ഏതാ? എൻ്റെ വിയാത്തു എന്തൊക്കെയാ പറിക്കാൻ വന്നേക്കണപ്പ. അതെ, എനിക്ക് ഇങ്ങടെ ഒരു പാട്ട് കേൾക്കാൻ വലിയ പൂതിയപ്പാ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വലിയ പൂതി. വേണ്ട ഒരു പാട്ട് പാടിത്തരോ? പക്ഷെ അതിനകത്ത് മാക്സിമം വരാതെ നോക്കണം. നോക്കൂലേ? റെഡിയല്ലേ? എൻ്റെ ഏത് പാട്ടാ അറിയാ? കുറച്ച് മതി. ഉള്ളതൊന്ന് പാടാവോ? ഓടപ്പുഴം പോലൊരു പെണ്ണിനെ കണ്ടു. അതുവരെ അറിയുള്ളൂ. ഇപ്പൊ ഇവിടെ കുറച്ച് ചെളിയിട്ട് ഉടനെ ഓടൊക്കെ ഉണ്ടാക്കായിരുന്നു. ചവിട്ടി കൂട്ടി നശിപ്പിച്ച് മറ്റേ പൊറോട്ടയ്ക്ക് മാവൊക്കെ കുഴക്കണ പോലെ ഇല്ലേ? എങ്ങനെയാ പാടാത്? മര്യാദയ്ക്ക് പാട്, കേക്കട്ടെ. ഓടപ്പുഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ, പെണ്ണിനെ വേണ്ടി ഞാൻ, ഉടപ്പുഴാകെ ഉടപ്പുഴാകെ അലഞ്ഞോലാണ്ടി അലഞ്ഞോലാണ്ടി. ലോണ്ടി സ്വന്തമായിട്ട് വരിക ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. ലാൻഡിന്ന് പാട്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും എൻ്റെ പൊന്നുമോള് നന്നായി പാടി. നല്ല ഡ്രസ്സ്, അടിപൊളിയായിട്ടുണ്ട്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ഊരി പോവോ? ഇല്ല, ഊരില്ല. പക്ഷെ നല്ല ഭംഗിയില്ല. ഭംഗിയില്ലേ? അല്ല മുഞ്ചത്തി അല്ലേ? ആ പേരൊന്നും പറഞ്ഞില്ലല്ലോ. യുംന. എന്തോ? യുംന. യുംന. ആഹാ, വീട് കോഴിക്കോട്. കോഴിക്കോട്. അതും നല്ല സ്നേഹമുള്ള നാടാണ് അല്ലേ? എന്തായാലും അവിടെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നിങ്ങൾ നന്നായി പാട്ട് പാടുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ ബാക്കിൽ പോലും ഇവിടെ എത്താൻ പറ്റാവുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയും മനോഹരമായി പാടുന്ന നല്ല കുഞ്ഞു മക്കളാണ് കേട്ടോ. അപ്പോൾ ആ പാട്ടൊന്ന് പാടാം നമുക്ക്. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ എന്താ പൂ പറയ്ക്കണ ബിയാത്തു? ഒന്ന് കേൾക്കാം. പാടോ? ഡാൻസ് ചെയ്യും? ഡാൻസ് പഠിച്ചണ്ട? ഡാൻസ് കുറച്ചൊക്കെ അറിയാം. കുറച്ചൊക്കെ അറിയാം. ഓക്കെ, ഉള്ള അറിയാവുന്ന ഡാൻസ് വെച്ച് കളിക്കാം കേട്ടോ.
ഓക്കെ, റെഡി? ಬಿಯಾತುಟಿ ಪುದುಮಗೆ ದೊಡಿ ಬಿಯಾತು ತೂ ಪರಿಕಿಣ ಬಿಯಾತುಟಿ ಪುದುಮಗೆ ದೊಡಿ ಬಿಯಾತು ಕಲ್ಬಿಲಿ ತಿರ ಕವಿದ ಬಣ್ಣ ಕದೆಯರಿನೊಡಿ ಬಿಯಾತು ತೂ ಪರಿಕಿಣ ಬಿಯಾತು ತೂ ಪರಿಕಿಣ ಬಿಯಾತುಟಿ ಪುದುಮಗೆ ದೊಡಿ ಬಿಯಾತು ಕಲ್ಬಿಲಿ ತಿರ ಕವಿದ ಬಣ್ಣ ಕದೆಯರಿನೊಡಿ ಬಿಯಾತು ತೂ ಪರಿಕಿಣ ಬಿಯಾತು വാങ്ങിയ തോടയിട്ട് പൊന്നു പൂശിയ വളയുമിട്ട് ചെരവ് വാങ്ങിയ തോടയിട്ട് പൊന്നു പൂശിയ വളയുമിട്ട് മിനുങ്ങും താമര കിളി കണക്ക് കതിജ പോണ കണ്ട നേരം അവിടെ അവഴി കവല തന്നെ ചൊറ പറയണ പിള്ളരെ അവിടെ അവഴി കവല തന്നെ ചൊറ പറയണ പിള്ളരെ കവിത പോലെ വരവ് കരുവ കുറേന്തു മഞ്ചോര പരിക്കിണ ബിയാത്തു ആ പരിക്കിണ ബിയാത്തുട്ടി പുതുമകെ തൊടി ബിയാത്തു കരുവിൽ തിര കവിത പണ്ണ കഥയെന്നൊടി ബിയാത്തു പരിക്കിണ ബിയാത്തു ഉടമറച്ച് പോണ പെണ്ണിനിടതു കൈഴക്കു ഞാന് ഉടമറച്ച് പോണ പെണ്ണിനിടതു കൈഴക്കു ഞാന് കാറ്റു വന്ന് കെട്ടിയല്ലോ കാറ്റു മുടിലൊരു ഞാന് നോക്കി നിന്ന പോക്കരിക്ക കണ്ണു കണ്ടൊരു കല്ലേറ് നോക്കി നിന്ന പോക്കരിക്ക കണ്ണു കണ്ടൊരു കല്ലേറ് കണ്ടതിന്റെ പോക്കരിക്ക ഇന്ന് നല്ലൊരു ഡങ്ങേറ് പരിക്കിണ ബിയാത്തു ആ പരിക്കിണ ബിയാത്തുട്ടി പുതുമകെ ഡൊടി ബിയാത്തു പരിക്കിണ ബിയാത്തുട്ടി പുതുമകെ ഡൊടി ബിയാത്തു കൽവിൽ തിര കവിത പണ്ണ കഥയെന്നൊടി ബിയാത്തു പരിക്കിണ ബിയാത്തു പരിക്കിണ ബിയാത്തുട്ടി പുതുമകെ ഡൊടി ബിയാത്തു കൽവിൽ തിര കവിത പണ്ണ കഥയെന്നൊടി ബിയാത്തു പരിക്കിണ ബിയാത്തു. താങ്ക് യു. തകർത്തു. ആരാ ശരിക്കും പാട്ട് പഠിപ്പിക്കണേ? ഉപ്പ പഠിപ്പിക്കും. ഉപ്പ പഠിപ്പിക്കോ? ഉപ്പ ഇവിടെ വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. അതാണോ? എനിക്ക് ആ മൂക്കൊക്കെ കണ്ടിട്ട് ഉപ്പ അയച്ചാൽ തോന്നണം എനിക്ക്. ഇല്ലേ? ഉപ്പ നന്നായി പാടും? ഉപ്പ നന്നായി പാടുന്ന. ആണോ? ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും ഇവിടെ പാടോ? ഒന്ന് ഉപ്പ ഇങ്ങോട്ട് വന്നേ കാണട്ടെ. അസ്സലാമു. ഈ പാട്ടെന്നെ പാടും ഉപ്പ? പാടൊക്കെ ചെയ്യും. ഇപ്പൊ ഇവിടെ വന്നപ്പോ പാടൊക്കെ ചെയ്യുന്നായിട്ടോ. നേരത്തെ ഭയങ്കര ഞാൻ പറഞ്ഞു ഈ പാട്ടൊക്കെ എന്നെ പഠിപ്പിക്കുന്ന പാട്ടൊക്കെ ഉപ്പൊക്കെ അറിയാം. ഏതൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഉപ്പ? ഉപ്പ എല്ലാ പാട്ടും ഉപ്പ തന്നെ പഠിപ്പിക്കാം. ഇപ്പൊ ഏത് പാട്ട് നമുക്ക് ഉപ്പാനെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റും? മാപ്പിള പാട്ടാവാം. ആയിക്കോട്ടെ, മാപ്പിള പാട്ടാവാം. ഓക്കെ, ഇഷ്ടമുള്ള പാട്ട് പാടാം. അല്ലാഹുദേയ ആരാധനേ ചൊല്ലിടാം ഞാൻ മധുകൾ രാഹിമും നീ രാസിക്കും നീ പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാഹുദേയ ആരാധനേ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ രാഹിമും നീ രാസിക്കും നീ പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാഹുദേയ ആരാധനേ.
തകർത്തു, നന്നായി പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പച്ചി പാടുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം, അതായത് കൈനെങ്ങാനും പോവോ ദൈവമേ, ഞാൻ വിളിക്കുകയും ചെയ്തു പറയുകയും ചെയ്തു, ഇനി ഇവിടുന്ന് ഇറങ്ങി നാട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള റിയാക്ഷനാണ്. അള്ളാനൊക്കെ വിളിക്കുമ്പോൾ ശരിക്കും അള്ളാനെ വിളിച്ചിട്ട് പിന്നെ സ്വന്തം ഫാദറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മകളെ ഞാൻ മൈക്ക് കിട്ടാണ്ട് എൻ്റെ ബാപ്പയൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുമ്പോൾ ഈ ചാലക്കുടിക്കാരൻ ഇവിടെ നിന്നുള്ളതാ ഇല്ലേ. പിന്നെന്തായാലും ഈ അവസരത്തിൽ എനിക്ക് തരാനുള്ളത്, മക്കളായാൽ ഇങ്ങനെ വേണം. സ്വന്തം തന്തയ്ക്ക് ഇങ്ങനൊരു പണി കൊടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട് മോളെ. ചേട്ടാ ഇത് മറക്കൂല കേട്ടോ. ഓക്കെ ചക്കരു, താങ്ക് യു താങ്ക് യു വെരി മച്ച്. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ 2 ബീവാത്തുട്ടികൾ തകർത്തിരിക്കുന്ന ദിവസമാണ് അല്ലേ ടിനു? തകർത്തു. അപ്പം നമുക്ക് തകർത്തു വാരി. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് ആരംഭിക്കാം, സമയമായിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗസ്റ്റുകളെ നമുക്ക് അങ്ങോട്ട് ഇരുത്താം. അപ്പോൾ ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് കാർഡ് റൗണ്ട് അല്ലേ? അതെ, 12 കോളമുള്ള ഒരു ഇത് സ്ക്രീനിൽ വരും. 50 പോയിന്റുകൾ വരും. അതെ, 50, 40, 30, 20 അങ്ങനെയായിരിക്കും. ഒരു ടീമിന് 2 ചാൻസസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. അവർ സെലക്ട് ചെയ്യുന്നത് 50 ആണെങ്കിൽ 10, അതെ, അതിനകത്ത് അവരൊരു ടാസ്ക് ഉണ്ടാവും. 50 ആണെങ്കിൽ 10 സെക്കൻഡ് സമയത്തിനുള്ളിൽ അവർ 5 ആൻസേഴ്സ് പറയണം. 20 ആണെങ്കിൽ 2, 30 ആണെങ്കിൽ 3, അങ്ങനെ 2 ചാൻസസ് ഉണ്ട്. ഈ നമ്പറിനുള്ളിലായിരിക്കും അവർക്കുള്ള ടാസ്ക് ഒളിഞ്ഞിരിക്കുക. നിങ്ങൾക്കുള്ള ടാക്സി അതിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്, പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ കാർഡ് വരട്ടെ. ആദ്യം നീലാംബരിക്കാണ് ചാൻസ്. കാർഡ് വരട്ടെ, റെഡി? കാർഡ് വരട്ടെ. 50, 40, 30, 20. ഇത് വേണം. 30. 30. 30-ക്കകത്ത് എന്തായിരിക്കും? മധു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. മാനസമേനെ, തങ്കഭസ്മ കുറിയിട്ട സ്വർണ്ണഗോപുര നർത്തകശില്പം. അപ്പോൾ ടിനു, ഇവർ പറഞ്ഞതിൽ ഒരെണ്ണം തെറ്റാണ്. കാരണം തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി എന്നുള്ള പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് നസീർ സാറാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം നഷ്ടപ്പെട്ടു പോയി. ആ ചാൻസേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് വേസ്റ്റ് ആക്കി. ഒന്നുമില്ല. വരട്ടെ, അടുത്ത നമ്പർ വരട്ടെ. ഏതാണ്? 30 ഒഴിച്ച് വേറെ ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്തോളൂ. പറഞ്ഞോ. 40. 40 വരട്ടെ. അടിപൊളി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. പാടറിയ പഠിപ്പറിയെ മിന്നുക്കോരി കേളടി കൺമണി ഇന്ദമാൻ എന്ത് സ്വന്തമാൻ ഇന്ദമാൻ. ഓക്കെ, റെഡിയാണോ? 4 പറഞ്ഞു. 4 ശരിയാണോ എന്ന് നമ്മൾക്ക് നോക്കാം. അങ്ങനെ നീലാംബരി നേരത്തെ വേസ്റ്റ് ആക്കിയത് ഇപ്പൊ അത് ആ വേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും വേസ്റ്റ് ആക്കാതെ കണ്ട് തന്നെ അത് അവര് ശരിക്കും നല്ലൊരു ഓപ്ഷൻ കിട്ടി. അത് അവര് 4 പാട്ടും കൃത്യസമയത്തിന് പറഞ്ഞു. 4 പാട്ടും ശരിയാണ്. അപ്പൊ ആ 4 പാട്ടും നമ്മൾക്ക് കേൾക്കാം. പാടി കേൾക്കാം. ആദ്യം ഏതാ പാടുന്നത്? അതും ചേട്ടൻ പാടും. ഏത് പാട്ടാണ്? കേളടി കൺമണി. சங்கதி இதை கேட்பதா நெஞ்சிலோ நிம்மதி. நாள் முழுதும் பார்வை நான் எழுதும் ஓர் கதையை உனக்கென நான் கூட. கென்னடி கண்மணி பாடகன் சங்கதி இதை கேட்பதா കണ്ട, അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് പാടിയതല്ലേ. അടുത്ത പാട്ട്
நேசிக்கிற என்னை தேடி வரணும் வரணும். വാ വാ അടിപൊളി, വെരി ഗുഡ്. അടുത്തതിന് 2 പാട്ടുണ്ട്. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവഹനാനറിയേ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവഹനാനറിയേ ഏട്ടില്ല എഴുതവില്ല എഴുതി വെച്ച പഴക്കമില്ല ഇലക്കണം പഠിക്കവില്ല തലക്കനമോ എനക്ക് ഇല്ല പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുതുവഹനാനറിയേ. നന്നായി പാടി, വെരി ഗുഡ്. അടുത്ത പാട്ട് ഇന്ദമാൻ ഉന്തൻ സ്വന്തമാൻ. റെഡി, ഇന്ദമാൻ വരട്ടെ. ഇന്ദമാൻ ഉന്തൻ സ്വന്തമാൻ പക്കം വന്ന് ദാസിന്ത് പാടും ഇന്ദമാൻ ഉന്തൻ സ്വന്തമാൻ പക്കം വന്ന് ദാസിന്ത് പാടും സിന്ധിക്കുള്ളാടും ജീവനേ കൺമണിയേ സിന്ധിക്ക വേണ്ടും ദേവിയേ എന്നവളേ. ആ പിന്നെ ശരിക്കും അർത്ഥം പഠിച്ചിട്ട് തന്നെയാണോ? തമിഴ് ശരിക്കും അറിയോ? കുറച്ച് അല്ല, കറക്റ്റ് കണ്ണില് ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കണ്ടേ? കൺമണിയെന്ന് പറയുമ്പോൾ ഓ മലയാളം ശരി, കൺമണി അങ്ങനെയാണല്ലേ. ഞാൻ കലാഭവൻ മണി എന്ന് വിളിച്ച പെട്ടെന്ന് പാട്ട് കേട്ടപ്പോൾ അങ്ങനെ നന്നായി, ഗംഭീരായി. എല്ലാ പാട്ടും പൂർത്തീകരിച്ചോ? പൂർത്തീകരിച്ചു. പക്ഷെ വിളിച്ച ഉടനെ അങ്ങ് പൊക്കളഞ്ഞല്ലോ എന്നെ ഇട്ടേച്ച്. ഞാൻ അങ്ങനെ ഇട്ടേച്ച് പോയതല്ല. ഒന്ന് കണ്ണിങ്ങനെ കാണിച്ചപ്പോൾ അല്ല, വേറെ നല്ലൊരു സത്യാവസ്ഥ എനിക്ക് പറയാനുണ്ട്. ഈ അടുത്ത് UK പോയിരുന്ന പോയിരുന്നു. അയ്യോ, UK എന്നൊരു പയ്യൻ എന്നെ വിളിയോട് വിളിയാ. എൻ്റെ സ്വന്തം സുഹൃത്ത് തന്നെയാ. വിളിച്ചിട്ട് പറയടാ, നിന്റെ കൂടെ പാട്ട് പാടുന്ന ടിനു ഒടുക്കത്തെ ഗ്ലാമറടാ പെണ്ണിന്, ഭയങ്കരടാ. എനിക്ക് പയ്യ, ഞാൻ എന്നെ തന്നെ സ്വയം എടുത്ത് ഞാൻ എവിടെങ്കിലും മുതലൊട്ടിച്ച് മരിച്ചാൽ മതി എനിക്ക് തോന്നിയാൽ. കാരണം എന്നെ പറ്റി എൻ്റെ സുഹൃത്ത് പോലും അത്രയും ഇതായിട്ട് പറഞ്ഞില്ലേ. ഇദ്ദേഹത്തിനെ പറ്റി ഭയങ്കര അഭിപ്രായം. സത്യം, ഇത് ഉള്ളതാണ്, ഇല്ലാത്ത ഒന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നീ ആദ്യം ഈ ടിനുവിൻ്റെ ഹസ്ബൻഡിനെ നീ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ, ഇല്ല ഞാൻ കണ്ടിട്ടില്ലടാ അളിയാ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു 170 കിലോ തൂക്കമുണ്ട്, 170 കിലോ തൂക്കം. അതിൽ ഒരു 2-5 കിലോ വേണേൽ പാൻറ്റും ഷർട്ടും ഊരി വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും തൂക്കം, 6 അടി എത്രയോ ഹൈറ്റ് ഉണ്ട്. സത്യല്ലേ? അതെ, അത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ടൊക്കെ നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് പ്രേമസല്ലാപം കാര്യങ്ങളൊക്കെ പറയാം. നിനക്ക് നല്ല അടി ചാലക്കുടി കിട്ടില്ല, പിന്നെ എന്തിനാ വെറുതെ പോയിട്ട് നീ UK ലണ്ടനിൽ നിന്നും ഇവിടെ നിന്നൊക്കെ അടി മേടിക്കണം. അപ്പം അങ്ങനെ ഒരു കാമുകൻ ഇവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട്, നിങ്ങളുടെ കുടുംബം തകരണം അങ്ങനെ തകർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. വേറൊന്നല്ല, ദൈവമേ എൻ്റെ പൊന്നു ചേട്ടാ, വെറുതെ പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരും. ഓക്കെ, നീലാംബരി പാടിയ 4 പാട്ടും കറക്റ്റ് ആണ്. അവർക്ക് എത്ര മാർക്ക് കൊടുക്കാം? 40 മാർക്സ്. വെരി ഗുഡ്. ബാബു അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അടുത്തത് എത്ര മാർക്ക് നേടാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. വിഷ്വൽ കാണാം, പറയൂ. 40 പറയട്ടെ. 40 വന്നു. വാ, ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ബാബുന്. റെഡിയല്ലേ? Your time starts now. റെഡി. ആകാശമാകെ അനുരാഗിണി, പാതിരപ്പുള്ളുണർന്നു, ദേവകന്യക, ചന്ദനച്ചോലയിൽ. 5 എണ്ണം പറഞ്ഞു. 5 എണ്ണം പറഞ്ഞു. എന്നാ പിന്നെ 50 സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് ഇവര് ജോൺസൺ മാസ്റ്റർ ആയിരിക്കും എന്നറിഞ്ഞില്ല അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മഹാഭാഗ്യം കിട്ടിയത് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകിയ ഒരു പാട്ട് എനിക്ക് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പാട്ട് ഒരിക്കലും ഒരു പക്ഷേ നിങ്ങൾക്കത് ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അനുഭവം കിട്ടിയത് പണ്ടൊക്കെ ഓർക്കസ്ട്ര അല്ലേ തേജേട്ടൊക്കെ, ഓർക്കസ്ട്ര ആദ്യം എടുത്തിട്ടാണ് നമ്മളതിൻ്റെ കൂടെ പോയിട്ട് പാടുന്നത്. പക്ഷെ അന്ന് എനിക്കൊരു മഹാഭാഗ്യം കിട്ടിയത് മദ്രാസിൽ സ്റ്റുഡിയോയിൽ ലൈവ് വായിച്ചിട്ട് പാടിയെന്നുള്ള സുന്ദരദാസ് സാറിൻ്റെ പടമാണ് ആ പടം. അത് ആ പടത്തിൻ്റെ പേര് സമ്മാനം എന്ന് പറഞ്ഞ പടമാണ്. അതിലൊരു കള്ളും കൂടൊക്കെ ആയിട്ട് പോണ ഒരു പാട്ടുണ്ടായിരുന്നു. അത് പാടാൻ കഴിഞ്ഞു. മാസ്റ്റർ 2 കുടമാറ്റം അതിലും പാടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും മഹാഭാഗ്യം. ഇന്നും മാസ്റ്റർ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ
എന്തുപകരണമാണ് മാസ്റ്റർ യൂസ് ചെയ്യാന്നറിയാമോ? ഗിറ്റാർ. ആളുടെ കയ്യിലിരിക്കുന്ന ഗിറ്റാർ ഇപ്പോൾ തേജേട്ടനെ കാണുമ്പോൾ ഓർമ്മ വരാണ്. എന്തായാലും നമ്മുടെ സ്വന്തം ജോൺസൺ മാസ്റ്ററുടെ ഗാനങ്ങൾ ഇവിടെ വന്നത് ഈ സമ്മാനത്തിൽ മണിച്ചേട്ടൻ പാടിയത് ഈ പാട്ടില്ല ഞാലിപ്പുരയ്ക്കല്. അതന്നെ കറക്റ്റ്. ബാബുവിനറിയാം. ബാബേ എനിക്ക് വേണ്ടി ഒന്ന് പാടിയത്. ഞാലിപ്പുരയ്ക്കലേ ഞാവൽപ്പുരയ്ക്കലേ വെള്ളു വെള്ളു വെളുത്തൊരു വല്യു പാപ്പ കടല് കടന്ന് കരവാരം ചെന്നപ്പോ മലയോളം പോരുന്നോരിന്തക്കാട് ഞാവൽപ്പുരയ്ക്കലേ വെള്ളു വെള്ളു വെളുത്തൊരു വല്യു പാപ്പ കടല് കടന്നിട്ട് കരവാരം ചെന്നപ്പോ മലയോളം പോരുന്നോരിന്തക്കാട്. ഈ പാടിയ പാട്ടെല്ലാം കറക്റ്റാണ്? പറഞ്ഞ പാട്ടുകളെല്ലാം കറക്റ്റാണോ? അതെ അതെ കറക്റ്റാണോ? നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല? കറക്റ്റാണ്? ശരിയാണോ? ശരിയാണ്. റെഡി, വെരി ഗുഡ്. ഏത് പാട്ടാ ആദ്യം പാടാൻ പോകുന്നത്? അനുരാഗിണി. അനുരാഗിണി പാടിക്കോളൂ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. വെരി ഗുഡ്. വെരി ഗുഡ്. അടുത്ത ഗാനം പാതിരപ്പുള്ളുണർന്നു പരമുള്ളക്കാടുണർന്നു പാട്ടുളം കൂട്ടിലേ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമില്ലേ പിണക്കമില്ലേ പാതിരപ്പുള്ളുണർന്നു പരമുള്ളക്കാറ്റുണർന്നു പാട്ടുളം കൂട്ടിലേ കാറ്റുണർന്നു. ചെറിയൊരു സംഗതിയൊക്കെ ബാബുവിന്റെ വക അല്ലേ? ആഡ് ചെയ്തു. കറിയിൽ കുറച്ച് വെളിച്ചെണ്ണൊക്കെ കൂട്ടി അടിപൊളി ആയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങോട്ട് ചേർത്തു അല്ലേ? നന്നായിരുന്നു ബാബുട്ടാ. അടുത്ത ഗാനം ആകാശമാകെ. ആകാശമാകെ ആകാശമാകെ കണിമല കതിരുമാ പുലരി പോൽ വരൂ ആകാശമാകെ കണിമല കതിരുമാ പുലരി പോൽ വരൂ പുതുമണ്ണിനു പൂവിടാ കൊതിയായി നീ വരൂ ആകാശമാകെ. ആകാശമാകെയായി. ആകെയായി. ഇനി ഒരു പാട്ടാ? ഒരു പാട്ടും കൂടെ. ഏതാ പാടണേ? ദേവകന്യക. ഓക്കെ. ദേവകന്യക സൂര്യതം ഒരു സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന പൊൻവെയിൽ മഞ്ഞു കോടിയുടുക്കുന്നു വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു ദേവകന്യക സൂര്യതമ്പുരു വീട്ടുന്നു സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. ശരിക്കും നല്ല ഗാംഭീര്യമുള്ള പാട്ടുകൾ തന്നെയാ. പാടാൻ ഭയങ്കര, കേൾക്കാനും ഭയങ്കര സുഖം അല്ലേ ഹരിക്കുഞ്ഞിന്? ലാസ്റ്റൊക്കെ എന്താ ഈ ഇങ്ങനെ മുഴങ്ങി കേൾക്കാണ് അല്ലേ?
അത് ജോൺസൺ മാസ്റ്റർ പാട്ടായതുകൊണ്ട് മണിച്ചേട്ടാ. കൈരളിയുടെ തന്നെ ഗന്ധർവ സംഗീതത്തിൻ്റെ 10 കൊല്ലത്തെ വിനേഴ്സിനെ വെച്ചുകൊണ്ട് ഗാനസാഗരം എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ മുന്നിൽ പാടുക, അവരുടെ ഓർമ്മ പുതുക്കലായിട്ട്. അപ്പോൾ ജോൺസൺ മാഷ പാട്ട് എനിക്ക് പാടാൻ എൻ്റെ മൺവീണയിൽ നിന്നുള്ള സോങ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ പാടാൻ പറ്റി. വെരി ഗുഡ്. ഇനി ജ്വാലയ്ക്ക് ഒരു ചാൻസും കൂടി ഉണ്ട് നമ്പർ സെലക്ട് ചെയ്യാൻ. ആയിക്കോട്ടെ, റെഡി? നമ്പർ കാണട്ടെ, റെഡി? വരട്ടെ. ഏതാണ്? 50. എൻ്റെ അമ്മേ, കോൺഫിഡന്റ് ആണ്. വരട്ടെ. 50. 50-നകത്ത് എന്തായിരിക്കും? അയ്യോ, ബാബേട്ടാ ദാസേട്ടനാ, ബാബേട്ടാ ദാസേട്ടൻ. വേഗം ആയിക്കോട്ടെ, റെഡി? ഹൃദയവനിയിലെ പ്രമദവനം, ഗോപാലിക്ക് നീ കണ്ടുപോ, മാനസലോല, ഒളിക്കുന്നുവോ, സായന്തനം. തേജേട്ടാ പാട്ടുകളെല്ലാം കറക്റ്റ് ശരിയാണോ? ഓക്കെ, റെഡി? ചോദിക്കാനില്ലെന്നാ തേജേട്ടൻ പറയുന്നേ. ചോദിക്കേണ്ട കാര്യമില്ലെന്നാ പറഞ്ഞേ. അപ്പോ ടിനു, ഇവര് പറഞ്ഞ പാട്ടുകൾ ഓർമ്മയുണ്ടോ? ഒരു ഓർമ്മയില്ല, എനിക്ക് വേഗം വേഗം പറഞ്ഞു പോയതുകൊണ്ട് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഒരു നെട്ട് അഴിഞ്ഞ് കിടക്ക, ഒരു നെട്ട് പോയി കിടക്ക, പിന്നെ എങ്ങനെ ഓർമ്മയുണ്ടാവാ? ഇതൊക്കെ ഫിറ്റ് ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്നാൽ അത് കയ്യിൽ വെച്ചോട്ടാ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ എല്ലാം മുറുക്കി ടൈറ്റ് ചെയ്തിട്ടൊക്കെ വരണേ, അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാടാം, റെഡി? ഓർമ്മയുണ്ടോ? ഓക്കെ. ഹരിയേട്ടാ, ആദ്യം പറഞ്ഞ പാട്ട് ഏതായിരുന്നു? ഹൃദയവനിയിലെ. ഹൃദയവനിയിലെ പാടിക്കോളൂ. ഹൃദയവനിയിലെ ഗായികയോ, യവന കഥയിലെ നായികയോ, അഴകിൻ്റെ ആത്മാവിൽ അനുദിനം വളരുന്ന സനി പനി സനി പമഗമ പമഗരി സഗമ പഗമ പനി മപനി സപനി സരിസ, അഴകിൻ്റെ ആത്മാവിൽ അനുദിനം വളരുന്ന അരുമക്കിനാവിൻ സോദരിയോ, നീ അരുമക്കിനാവിൻ സോദരിയോ, ഹൃദയവനിയിലെ ഗായികയോ, യവന കഥയിലെ നായികയോ. ഇതേ ഹൃദയത്തിലുള്ള പാട്ട് പാടണം. ഒരെണ്ണം കൂടി പാടി തരാവോ? അമ്മുമ്മക്കിളി വായാടി അമ്മാനം കടവത്തെ അണ്ണാർ കണ്ണനഹങ്കാരി, കാണാക്കുയിലെ കന്നിനിലാവോ കിന്നാരി, അതിനിഷ്ടം കൂടാ ചങ്ങാതി. ഹൃദയവനിയിലെ ഗായികയോ, യവന കഥയിലെ നായികയോ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത പാട്ട്. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോരെ, ശുഭസായാനം പോലെ, തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഇതിൽ ആ ലാസ്റ്റ് സംഗതി എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ ശരിക്കും പറഞ്ഞ 2 കറണ്ട്, അതായത് കമ്പി 2 സൈഡിൽ വെച്ച് കൊടുക്കേണ്ടത് തന്നെ, എന്നാലേ ഈ സംഗതി വരുള്ളൂ എന്നുള്ള അല്ലേ? ഞാനൊരിക്കൽ ഒരു ചാനലിൻ്റെ അഭിമുഖത്തിൽ രവീന്ദ്ര മാസ്റ്ററുമായിട്ടുള്ള ഒരു അഭിമുഖം ഞാൻ കേട്ട്. അന്നേരം അദ്ദേഹം പറഞ്ഞാൽ, രവീന്ദ്ര മാസ്റ്റർ പറഞ്ഞാണ്, ഇപ്പോൾ ദാസാർ ചോദിച്ചത്രേ അത്രയ്ക്ക് അങ്ങോട്ട് വേണോ എന്നുള്ളത്. അപ്പോൾ രവീന്ദ്ര മാസ്റ്റർ പറഞ്ഞു വേണം,
കാര്യം എല്ലാവരും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കരുത്, കുറച്ചൊന്ന് ബുദ്ധിമുട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പാട്ടൊക്കെ മാഷ് രവീന്ദ്ര മാഷ് പറഞ്ഞ് ബെസ്റ്റായിട്ട് നമുക്ക് പാടാം. പക്ഷെ ഓട്ടോറിക്ഷയിൽ വെച്ച് പാടാൻ പറ്റുള്ളൂ. അതും എറണാകുളം റോട്ടിൽ കൂടെ പോവും വേണം. ബാക്കിൽ ഇതിന് പാടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എന്താ പറയുക, ഈ പാട്ട് നമ്മുടെ പ്രിയ താരം ഇപ്പോൾ വിവാഹം ചെയ്യാൻ പോകുന്ന ഇദ്ദേഹം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് വിവാഹമെല്ലാം കഴിഞ്ഞൊരു എത്രയോ മാസം കഴിയുമ്പോൾ ഈ പാട്ട് ആൾ മാറ്റി പാടും. ഏത് വരിയായിരിക്കും അത് പാടാൻ പോകുന്നത്? പ്രസവദിനം വന്നു, കയ്യിൽ കാശില്ല, പ്രസവദിനം വന്നു, ഓ സീസണായി. കണ്ട, ആ പാട്ട് പാടേണ്ടവർ നമ്മൾ ഈ പാട്ട് ഒരിക്കലും കളിയാക്കിയതല്ല, നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി രസത്തിന് വേണ്ടി പാടിയതാണ്. ദാസേട്ടൻ വളരെ മനോഹരമായി പാടിയതാണ്. അത് രവീന്ദ്ര മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആർക്കും അത്ര പെട്ടെന്ന് പാടാൻ കഴിയാവുന്ന ഒരു ഗാനവുമല്ല, അത്രയും മനോഹരമായ പാടിയ പാട്ടാണ്. താങ്ക് യു വെരി മച്ച് രണ്ടുപേർക്കും, മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും. അടുത്തൊരു നല്ല ഈ പാട്ട് പാടാൻ ഒരവസരം ഉണ്ടാവട്ടെ. ഞങ്ങളെല്ലാവരും ഓർക്കും, ഈ കാണുന്ന കൈരളി പ്രേക്ഷകരെല്ലാവരും തീർച്ചയായിട്ടും ആ ലാബർ റൂമിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ഈ ഗാനം തന്നെ ആയിരിക്കും ആലോചിക്കുക. പെട്ടെന്ന് ശ്രീനി ചേട്ടനാവും ചെയ്യും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടുത്ത ഗാനം ഗോപാലിക്കേ കണ്ടു മായാവിയാമിൽ മണിവർണ്ണനേ, നീലയാടുമാ ഗോപബാലനെ കണ്ടു മാലിനി, നീ കണ്ടു രാധികേ, ഗോപാലികേ നീ കണ്ടു മായാവിയാമിൽ മണിവർണ്ണനേ. ഇതേ താളത്തിൽ എന്നൊരു ഗാനം പാടണം. പായുതേ കണ്ണായം മനമികളൈ പായുതേ, അലൈ പായുതേ കണ്ണായം മനമികളൈ പായുതേ, ഉന്നാനന്ദ മോഹന വേണുഗാനമതിലൈ പായുതേ കണ്ണായ ഗോപാലികേ നീ കണ്ടുവോ മായാവിയാമിൻ മണിവർണ്ണനേ. വെരി ഗുഡ്, നന്നായി പാടി. അടുത്ത ഗാനം സായന്തനം ചന്ദ്രിക. സായന്തനം. സായന്തനം സായന്തനം ചന്ദ്രിക ലോലമാ, നാലമ്പലം വനവിഴും സ്വർഗമാ, മനയോല ചാർത്തി കേളി വസന്തം വിടരാത്തതെന്തേ പ്രിയതേ, സായന്തനം ചന്ദ്രിക ലോലമാ. ആഹാ, ഗുഡ്, നന്നായി പാടി. ഇനി ഒരു പാട്ടും കൂടെ ബാക്കിയുണ്ട്. ഒരു പാട്ടും കൂടി ഇല്ലേ? ഏതാണത്? മാനസലോല മരതകവർണ്ണ നീവിടെ ആ പാട്ടൊന്നുകൂടി പാടി. നേരത്തെ ആ ചുയിങ്ങൻ ചവച്ചോണ്ടിരുന്നു, കുട്ടിയിട്ട് ചവച്ചാൻ പാടി. മനസലോല മാനസലോല മരതകവർണ്ണ നീവിടെ കണ്ട എന്തൊരു താള, ചുയങ്ങത്തിന് വരെ താളം. മനസലോല കൊട്ടിയെ ഞാൻ കാണിച്ചാൽ ആദ്യം കാണിച്ചത്. എന്താ താളം!
എൻ്റെ പൊന്നുമോനെ കറക്റ്റ് ഉഗ്രനായിട്ട് കേട്ടോ താളം കറക്റ്റാണ്. ചുയിങ്കത്തിൽ അങ്ങനെയൊന്നും വരില്ല സാധാരണ. ചുയിങ്കത്തിൽ താളം വന്ന ഒരാളാണ്. ചുയിങ്കത്താളം കണ്ടുപിടിച്ച പിതാംബരൻ. വെരി ഗുഡ്, നന്നായി പാടി. അങ്ങനെ 4 പാട്ടും 5 പാട്ട് പൂർത്തീകരിച്ചു. അപ്പൊ അവർക്ക് എത്ര മാർക്ക് കൊടുക്കാം? ടീം ജ്വാലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 90 മാർക്സ്. ആഹാ, 90 മാർക്ക് മേടിച്ചു. 90 മാർക്ക്. കൺഗ്രാജുലേഷൻ. നമുക്കപ്പോ കാണാം. നമ്പർ സെലക്ട് ചെയ്യാം. റെഡി, വരട്ടെ നമ്പർ. ഏത് വേണം? 40. അത് എളുപ്പമുള്ളത് ആവാനും ചാൻസ് ഉണ്ട്, പക്ഷെ എളുപ്പമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ആരത്? ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റിയ പാട്ടുകളൊക്കെ ഒരുപാട്. റെഡി, തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്. ഏറ്റവും ഫേമസ് പാട്ടൊക്കെ ഇല്ല എന്റെ പൊന്നുമക്കളെ. അത് ആദ്യം പറയും, പിന്നെ അടുത്ത് പറയ്. പറയ്. മാനത്തെ മഴവില് മുകളിലേക്ക് നോക്കുമ്പോ ടൈം ഔട്ട്. മഴവിൽ എണ്ണിക്കൊണ്ടിരുന്നോട്ടാ. എടുത്താ പൊന്താത്താണ് പറയും ചെയ്യും. അന്നിട്ട് പാട്ട് അറിയില്ല. ഇപ്പം എന്തിനിപ്പം അങ്ങനെ പോയത്? പോയില്ലേ, കയ്യിൽ നിന്ന് പോയില്ലേ? അങ്ങനെ സ്വന്തം 40 മാർക്ക് കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് കളഞ്ഞു. ചാൻസും പോയി, മാർക്സും പോയി. അടുത്ത ചാൻസിൽ നമുക്ക് പിടിക്കാം. സഞ്ജയ്, നമ്പർ വരട്ടെ. അടുത്ത നമ്പർ സെലക്ട് ചെയ്തോളൂ. നമ്പർ വരട്ടെ, പറഞ്ഞോളൂ. നമ്പർ പറഞ്ഞോളൂ. 50. ഒരു കുറവുമില്ല. ഓക്കെ, 50 ഓപ്പൺ ആവട്ടെ. അയ്യോ, എളുപ്പമായിരിക്കോ? ആരൊക്കെയാ വന്നേക്കണേ? ആരാ? ഒരു പിടിയും കിട്ടണില്ല അല്ലേ? അതന്നെ അവിടെയും. ആരത്? അല്ല, ആ ഫോട്ടോയില് ആളെന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനാണോ? ഫോട്ടോയിൽ ഇരിക്കുന്ന ആൾക്കും ചെറിയ സംശയം ഉണ്ട് കേട്ടോ. ആരാത്? ആർക്കും അറിയോ? ഇതാണ് പറഞ്ഞ ട്യൂഷന് പോണെന്ന്. പഴയ ഫോട്ടോ ഇട്ടാ. അതെ, അത് കണ്ടുപിടിക്കലാണല്ലോ. പി പി ഒക്കെ വിളിക്കുമ്പോ എന്താ പറയാ? പി സുശീലമ്മ. അല്ല, പി 2 പി ഉണ്ടല്ലോ. ഇല്ല. റെഡി, ചാൻസ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആൻസർ പി ലീല. മണിച്ചേട്ടന് കിട്ടിയിരിക്കുന്നു 50 മാർക്ക്. 5 പാട്ട് പറയണല്ലോ. 5 പാട്ട് 50 മാർക്ക് കിട്ടുള്ളൂ. സഞ്ജയിന് ഭയങ്കര ഡൗട്ടാണ്. ഈ മാർക്ക് കിട്ടണമെങ്കിൽ 5 പാട്ട് പാടണം അല്ലേ? ഞാനിപ്പോഴും ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ ഞാനിപ്പോഴത് ഓർക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ പേര് കൊടുക്കും. ഞാൻ എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുക്കും. കാരണം ഞാൻ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മത്സരങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് എല്ലാവരും ഒപ്പനയ്ക്ക് 3 ടീം വേണം, എങ്കിലേ ഈ മത്സരം നടക്കുള്ളൂ. 3 ടീം ഉണ്ടെങ്കിലാണ് മത്സരം നടക്കുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കോമ്പറ്റീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ. ഞാൻ കോമ്പറ്റീഷന് പേര് കൊടുത്തു. ആ 3 ടീം ഉണ്ടെങ്കിൽ മത്സരം നടക്കുള്ളൂ. ഒപ്പനയ്ക്ക് ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ മത്സരം നടക്കില്ല. അങ്ങനെ മത്സരം തുടങ്ങി. ആദ്യത്തെ ടീമിൻ്റെ അവർ കഴിഞ്ഞു പോയി. രണ്ടാം ടീമിൻ്റെ അവരുടെ മത്സരം കഴിഞ്ഞു പോയി. അടുത്ത് ഞാൻ വന്നു. എനിക്കാണെങ്കിൽ പാട്ടിൻ്റെ 4 വരി അറിയുള്ളൂ. ഇപ്പം 5 പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആലോചിച്ച് 4 വരി അറിയുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഒരു കള്ളിമുണ്ട്, ബനിയൻ ഒക്കെ മേടിച്ച് എൻ്റെ സുഹൃത്തുക്കൾ 7 പേരൊക്കെ റെഡിയാക്കി ഒപ്പന സ്റ്റാർട്ട് ചെയ്തു. അവിടെ കർട്ടൻ പൊക്കി. അവൻ കർട്ടൻ വലിച്ചിങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര മനോഹരമായി ടീച്ചേഴ്സ് അവിടെ ഫ്രണ്ടിൽ 3 ഡെസ്ക് ഇട്ട് മാർക്കൊക്കെ ഇടായിരിക്കുന്നു. ഞാൻ പാട്ട് തുടങ്ങി. എന്തിനാണീ കള്ളനാണം പൊന്നുമോനെ ചെല്ലുവേഗം റഹീമേ 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 റഹീമേ. എന്തിനാണീ കള്ളനാണം പൊന്നുമോനെ ചെല്ലുവേഗം റഹീമേ 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 റഹീമേ. അപ്പം മാർക്കിൻ്റെ ടീച്ചർ പറഞ്ഞു സമയമായിട്ടില്ല, ഒന്നും കൂടി പിടിച്ചോ എന്ന് പറഞ്ഞു. കാരണം വരി തയ്യാനില്ല. വീണ്ടും പാടി സമയം തയ്ക്കാൻ. എന്തിനാണീ കള്ളനാണം പൊന്നുമോനെ ചെല്ലുവേഗം റഹീമേ 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 റഹീമേ. ടീച്ചർ പറഞ്ഞു കുറച്ചും കൂടി പിടിച്ചാൽ സമയം കറക്റ്റ് ആവും എന്ന് പറഞ്ഞു. ഒന്നും കൂടി പാടി. എന്തിനാണീ കള്ളനാണം പൊന്നുമോനെ ചെല്ലുവേഗം റഹീമേ 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 റഹീമേ.
എന്തിനാണീ കള്ളനാണം പൊന്നുമോനെ ചെല്ലുവേഗൻ റഹീമേ 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 കർട്ടനിട് 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 മോനെ. കർട്ടനിട്ടു. കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കണവൻ ഇങ്ങനെ ഇരിക്കുക. അവൻ്റെ അടുത്ത് കർട്ടൻ ഇടാൻ പറഞ്ഞപ്പോൾ അവൻ്റെ വിചാരം ആദ്യ രാത്രിയിൽ കർട്ടൻ ഇടാൻ പറയേണ്ട കാര്യം എന്ന് വിചാരിച്ചിട്ട് അവൻ കർട്ടനല്ല അവൻ ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അവസ്ഥ പാട്ടിൻ്റെ വരി അറിയില്ല, പക്ഷേ എനിക്ക് തേർഡ് കിട്ടി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ മാർക്ക് മേടിച്ച ആളാണ് ഞാൻ. അപ്പം എൻ്റെ അടുത്ത് ആ പാട്ടിനെ പറ്റി വെല്ലുവിളിക്കരുത്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. തോറ്റു തന്നിൽ സന്തോഷം. അപ്പം നമുക്കങ്ങനെ ഈ റൗണ്ട് പൂർത്തിയാക്കാം. ടോട്ടൽ മാർക്സ് അറിയണ്ടേ? ഏറ്റവും വലിയ മാർക്ക് ലഭിച്ചിരിക്കുന്നത് ടീം ഹിന്ദോളത്തിനാണ്. ബിഗ് 0. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം.